ബഡ് റോസ് പിടിക്കുന്നില്ല, പൂക്കൾക്ക് വലിപ്പമില്ല, ഞങ്ങളിനി റോസ് വാങ്ങി കാശ് കളയുന്നില്ല എന്ന് പറഞ്ഞവരോട് ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ റോസും ഇതേപോലെ ഹെൽത്തിയായും വലിയ പൂക്കളോട് കൂടിയും വളരും. നമ്മൾ റോസ് വാങ്ങിച്ച് നട്ട് അത് പൂക്കൾ ഉണ്ടാവുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കൂടുതലൊന്നും വേണ്ട, നമ്മൾ മുമ്പത്തെ റോസ് ചെടി നടുന്ന വീഡിയോ ചെയ്തിരുന്നില്ലേ, അതുപോലെ നട്ടു നോക്കൂ. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നഴ്സറി റോസ് വാങ്ങിച്ച് ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണെടുത്ത് നട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് നടുന്ന സമയത്ത് നല്ലൊരു പോട്ടി മിക്സ് ഒരുക്കി നട്ടുകൊടുത്താൽ ഇതുപോലെ ഹെൽത്തിയായും വലിയ പൂക്കളോടുകൂടിയും നിങ്ങൾക്കും റോസ് ചെടി വളർത്തിയെടുക്കാം. പോട്ടി മിക്സിനായിട്ട് മണ്ണ്, കൊക്കോപീറ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പെർലൈറ്റ്, സൂപ്പർ മീൽ, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കാം. ചെടിയെ മാറ്റി നടുമ്പോൾ വേരുകൾക്കൊന്നും ഡാമേജ് വരാതെ ശ്രദ്ധിച്ചെടുത്തിട്ട് അതിലെ മണ്ണ് ഇളക്കി മാറ്റിയിട്ട് ചെടിയെ നമുക്ക് നട്ടുകൊടുക്കാം. നട്ടതിന് ശേഷം അതിൽ പൂക്കളോ അതേപോലെ മുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. പിന്നെ അതിനെ ഒരാഴ്ചയോളം തണലത്ത് വയ്ക്കാം. തണലത്ത് വെച്ച് 5 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണലത്ത് വയ്ക്കുമ്പോൾ ഫംഗസ് ബാധ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി 1 മാസത്തേക്ക് നമുക്കിതിന് ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 ആഴ്ച ആവുമ്പോഴേക്ക് ഇതിൽ പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങും. തളിർപ്പുകൾ വന്നതിന് ശേഷം നമുക്ക് ആ ചെടിയെ വെയിലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അതുപോലെ ഓവർ വെയിലുണ്ടെങ്കിൽ ചെടി വാടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നല്ല സൺലൈറ്റിലേക്ക് ചെടിയെ മാറ്റി നിർത്തുക. ചെടി ഹെൽത്തി അല്ലെങ്കിൽ പുതിയതായി വരുന്ന മുട്ടുകൾ വിരിയിക്കാതെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 തവണ ആ വരുന്ന മുട്ടുകളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ ചെടി നല്ല ഹെൽത്തിയായും അതേപോലെ തന്നെ ബുഷിയായും വളരും. 1 മാസത്തിന് ശേഷം നമുക്കിതിൽ വളങ്ങൾ ചേർത്ത് കൊടുക്കണം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, അങ്ങനെ ഏതെങ്കിലും ഒരു വളം ചെയ്ത് ചെടിയെ ഒന്നുകൂടെ ഹെൽത്തിയാക്കാം. വളം ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി വളം ചെയ്താൽ വളം പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ചേരും. പിന്നീട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ചെടികളിലെ കീടശല്യം നിയന്ത്രിക്കാനായി കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചൂടുള്ള സമയത്താണ് കീടങ്ങളുടെ ആക്രമണം ചെടിയിൽ ദോഷമായിട്ട് ബാധിക്കാറ്. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു കീടനാശിനി നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതണം. എപ്പോഴാണ് നമ്മുടെ ചെടിയിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. പിന്നീടുള്ള ഓരോ 15 ദിവസം കൂടുമ്പോഴും ചെടിക്ക് നമുക്ക് മാറി മാറി വളം ചെയ്ത് കൊടുക്കണം. അതേപോലെ പൂക്കളും മുട്ടുകളും വന്നു കഴിഞ്ഞാൽ വാടുന്നതിന് മുന്നേ തന്നെ അതെല്ലാം വെട്ടിക്കൊടുത്താൽ പുതിയ തളിർപ്പുകൾ പെട്ടെന്ന് വന്ന് പുതിയ മുട്ടുകൾ വളരാൻ തുടങ്ങും. റോസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂണിങ്. പ്രൂണിങ് ചെയ്താൽ മാത്രമേ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. പ്രൂണിങ് ചെയ്ത ഭാഗത്ത് പുതിയ പുതിയ തളിർപ്പുകൾ വരികയും അതിലെല്ലാം മുട്ടുകൾ വന്ന് പൂക്കൾ നന്നായിട്ട് ഉണ്ടായി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടി ഹെൽത്തിയായും ബുഷിയായും നിറയെ പൂക്കളോട് കൂടിയും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.